അസ്സലാമു അലൈക്കും. നമ്മളിപ്പോൾ അവിടെ ഉള്ളത് കോൾസായി ലേക്ക്, കോൾസായി എന്ന സ്ഥലത്തുള്ള സാത്തി വില്ലേജിലെ കോൾസായി ലേക്കിൽ ആയിഷ ഗസ്റ്റ് ഹൗസിലാണ് നമ്മൾ താമസം ഉണ്ടായിരുന്നത്. നല്ല സറൗണ്ടിങ് ഒക്കെ നല്ല രസമുള്ള സ്ഥലമാണ്. ഇപ്പം നമുക്ക് കാണാൻ പറ്റുന്ന ബാക്ക്ഗ്രൗണ്ടൊക്കെ അതിൻ്റെ ചുറ്റുപാടും കാണിച്ചു തരാം. കോൾസായി എന്ന് പറയുമ്പോൾ അൽമാട്ടിയിൽ നിന്ന് ഏകദേശം ഒരു 400ഓളം കിലോമീറ്റർ ദൂരെയാണ്. ഒരു വില്ലേജാണ്, വെറി റിമോട്ട് വില്ലേജാണ്. ഔട്ട് സൈഡ് പാർട്ട് ഓഫ് ദി ആയിഷ ഗസ്റ്റ് ഹൗസ് ആണിത്. നമ്മുടെ ഗസ്റ്റ് ഹൗസിൽ നിന്നുള്ള വ്യൂ ആണ്. ഫുള്ള് മനോഹരമായ മഞ്ഞ് പൊതിഞ്ഞ മലകളും ഇതാണ് ഗസ്റ്റ് ഹൗസ്. നമ്മുടെ വേറൊരു ഫാമിലി കൂടി ഉണ്ടായിരുന്നു നമ്മുടെ കൂടെ നിന്ന്. ഈ കാണുന്നത് ഇവിടുത്തെ ഒരു ട്രഡീഷണൽ ടെൻ്റാണ്. ഏട്ട് എന്നാണ് ഇതിൽ പറയുക. പല ഭാഗങ്ങൾ ഇതേപോലത്തെ ഏട്ട് സ്റ്റേസ് ഉണ്ട്, അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇത് പുറത്ത് ഇതൊരു സെറിമോണിയലായിട്ട് വെച്ചതാണ് സംശയമുണ്ട്. അതിനുള്ളിൽ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. നോക്കിയപ്പോൾ കിടക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഞങ്ങൾ ഉള്ളിൽ തന്നെയാണ് കിടക്കുന്നത്. പുറകോട്ട് നോക്കിക്കഴിഞ്ഞാൽ പുറകിൽ ഒഴിഞ്ഞ് നിൽക്കുകയാണ്. താഴെ മുറ്റം മുഴുവൻ മഞ്ഞ്, ഫുള്ളായിട്ട് മഞ്ഞ് പൊതിഞ്ഞ് കിടക്കുന്നു. ഗസ്റ്റ് ഹൗസ് ഞങ്ങൾ ആദ്യം തന്നെ ബുക്ക് ചെയ്തായിരുന്നു. പക്ഷേ ഗസ്റ്റ് ഹൗസിൻ്റെ സംവിധാനമൊന്നും കുഴപ്പമില്ല. വൈഫൈ കിട്ടുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഇവിടുത്തെ ഡിന്നർ തീരെ എന്താ പറയുക, പ്രതീക്ഷ പോലെ ഒരു കസാക്ക് ട്രഡീഷണൽ ഡിന്നറൊക്കെ പ്രതീക്ഷിച്ചായിരുന്നു ഇവിടുന്ന് ഡിന്നർ ബുക്ക് ചെയ്തത്. പക്ഷെ അതുണ്ടായില്ല. നമ്മുടെ ഡിന്നർ ഒരു സാധാരണ ഡിന്നറായിരുന്നു. പിന്നെ അവരോട് ആർഗ്യൂ ചെയ്യാൻ നിന്നില്ല. കുറച്ചൊക്കെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇതാണ് ഞങ്ങളുടെ ഡിന്നർ, ഇതാണ് ഞങ്ങൾ കൊടുക്കുന്നത്. ഒരു 3000 ടാങ്ക് പെർ ഹെഡ് ഡിന്നറിന് ചാർജ് ചെയ്യുന്നുണ്ട്. പക്ഷേ അതിന് മാത്രമൊന്നുള്ള ഡിന്നർ ഇല്ല അവിടെ. ഇതാണ് ഔട്ട് സൈഡ് ആയിഷാൻ്റെ എൻട്രൻസ്. ഇങ്ങനെ ഉണ്ടാവുക. സൂം ഔട്ട് ചെയ്യട്ടെ. ഇതാണ് ഒരു ട്രഡീഷണൽ, ഇവിടുത്തെ ഒരു ട്രഡീഷണൽ ഹോം സ്റ്റേൻ്റെ ഫീലിംഗ് കിട്ടും. ഉള്ളിലൊക്കെ ലക്സൂറിയസ് ആയിട്ടൊന്നുമില്ല, വളരെ നോർമൽ കാര്യങ്ങളാണുള്ളത്. പക്ഷേ ഓക്കെ, താമസിക്കാനും ഓക്കെ. ഒരു വലിയൊരു ഓവർ പ്രതീക്ഷകൾ വെച്ച് വരരുത്. വരുന്ന സമയത്ത് അവരുടെ സെറ്റിങ്സും ഒക്കെ കാണുമ്പോൾ നമുക്ക് നല്ല രസം തോന്നും. പക്ഷേ ഫുഡിൻ്റെ കാര്യത്തിൽ നമുക്ക് കുറച്ച് നിരാശ വന്നു. എന്നാലും ഓക്കെ, ഒരു ബഡ്ജറ്റ് സ്റ്റേ എന്നൊക്കെ പറഞ്ഞാൽ ചെയ്യാൻ പറ്റുന്നൊരു സ്റ്റേ ആണ്. ബാക്കിയുള്ള അക്കോമഡേഷൻസൊക്കെ ഹോട്ടൽസൊക്കെ നോക്കുമ്പോൾ നല്ല എക്സ്പെൻസീവാണ് ഇവിടെ. ഇതാണ് ഇവിടുത്തെ കാര്യങ്ങൾ. വ്യൂ അതിമനോഹരമാണ്. മുന്നേ കണ്ടൊരു വീഡിയോയിൽ ഇവിടെ രാവിലെ എണീക്കുന്ന സമയത്ത് പുറത്ത് കുതിരകളും ഒക്കെ നടക്കുന്നതായിട്ട് കണ്ടിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് അതൊന്നും കാണാൻ പറ്റിയിട്ടില്ല. ഒരു പക്ഷേ ഉണ്ടാവും. ഞാൻ ഒന്ന് പുറത്തിറങ്ങാനുള്ള പരിപാടിയിലാണ്. മഞ്ഞാണ് നേരത്തെ പറഞ്ഞ പോലെ. താഴെയൊക്കെ മുഴുവൻ മഞ്ഞ് മൂടി നിൽക്കുമ്പോഴും ഇവിടെ അത്ഭുതകരമായിട്ട് ഒരു മല ഒരു തരത്തിലുള്ള മഞ്ഞുമില്ലാതെ കാണുന്നുണ്ട്. ഈ മലയിൽ മുഴുവൻ മഞ്ഞാണ്. പക്ഷേ ഇങ്ങോട്ട് നോക്കുന്ന സമയത്ത് ഇവിടെ മഞ്ഞില്ലാത്തൊരു മല. ഓരോരോ അത്ഭുതങ്ങൾ